ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ മറിയാമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അവളുമാരൊക്കെ പോയിട്ടുണ്ട്. കാരണം എനിക്ക് അവരുടെ കൂടെ നിന്നിട്ട് ഇൻട്രോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നിന്നുള്ളത് മറിയത്തിൻ്റെ വീട്ടിലാണ്. മറിയത്തിൻ്റെ വീട്ടിലോട്ട് നമ്മളിന്ന് വന്നേക്കാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ പോകുന്നത് മൺട്രോത്തുരുത്തിലോട്ടാണേ. മൺട്രോത്തുരുത്ത് കാണാൻ നമ്മളിതുവരെ കണ്ടിട്ടില്ല. അവളുടെ വീട് 15 മിനിറ്റൊക്കെയാണ് അങ്ങോട്ട് യാത്ര. അപ്പം നമ്മൾ അവിടെ പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്തേലും പറയോ നേഹ? ചുമ്മാ എന്തേലും പറ. നല്ല രസമുണ്ട്, പറ. ഔട്ട്ഫിറ്റ് ഉണ്ടോ? നേഹ ജോസിന്റെ ഔട്ട്ഫിറ്റ് ആണ് ഗൈസ്. നല്ല രസമില്ല ഗൈസ്. അതെ, എന്തേലും പറയും. മറിയത്തിന്റെ വീട്ടിനെ കുറിച്ച് പറ. മറിയത്തിന്റെ വീട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, രക്ഷയില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹോൾ, ലൈറ്റ്, ഫാൻ എല്ലാം ആർക്കിടെക്ചർ പിന്നെ പറയണ്ട. അപ്പൊ നമ്മുടെ മൺട്രോത്തുരത്തിലൊക്കെ പോയിട്ട് ബാക്കിയുള്ള വിഷയം എന്തെങ്കിലും പറയാനുണ്ടോ നന്ദന? ഫോൺ വിളിക്കും, ബിസിയാ. അപ്പൊ നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് മറിയത്തിന്റെ വീട്. നേഹ നേരത്തെ പറഞ്ഞതുപോലെ അതോടെ തമാശക്ക് പറഞ്ഞൊന്നുമില്ല, ശരിക്കും സത്യം തന്നെയാണ്. അവളുടെ ഇന്റീരിയർ ഡിസൈൻസ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാത്റൂം തന്നെയാണ്. മറ്റേ അമേരിക്കൻ സ്റ്റൈലിലുള്ള ബാത്റൂം. ഫുള്ള് ചെടികളാണ്. ഇതെല്ലാം അവളുടെ അമ്മ കൊണ്ടുവന്ന് നടും, വെള്ളം ഒഴിക്കുന്നത് പക്ഷെ അച്ഛനാണെന്നേ ഉള്ളൂ എന്നാണ് അവള് പറഞ്ഞത്. പിന്നെ ഈ മാവ് നിറച്ച് മാങ്ങയാണ് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തം മാങ്ങ. യാ. അങ്ങനെ നമ്മുടെ ആന്റിയുടെ വ്ളോഗിലേക്ക് വന്നിട്ടുണ്ട്. ആന്റി നമ്മുടെ സബ്സ്ക്രൈബറും സ്ഥിരം വ്യൂവറും ഒക്കെയാണ്. എൻ്റെ ഒരു വ്ളോഗിന്റെ ഫാൻ കൂടിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ കാറിലെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഈ പോകുന്ന വഴികളെല്ലാം അവർ രണ്ടുപേരും കൂടെ വഴിയിലൂടെയുള്ള ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതകളും ഇതിലേ പോയാൽ ഇതിലേ എത്താം, പല വഴികൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. കാരണം മീൻസ് മറ്റേ ടൂറിസ്റ്റുകാരൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാം ഭയങ്കര വിശദമായി ഇവിടെ നിന്ന് അങ്ങനെ പോവാം, ഇന്ന ചെയ്ത സ്ഥലമാണ്, അതാണ് ഇതാന്നൊക്കെ നന്നായിട്ട് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ നിന്നാണ് നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ പോകുന്നത്. ബോട്ടിംഗ് യാത്രയാണ്. എടുത്തോണ്ടിരുന്ന വ്ളോഗിൽ പറയണത് മുഴുവൻ മണ്ടത്തരമായതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് ഓവറിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ കുറേ അലമ്പത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. വേണ്ട പൂജ, അച്ഛനെ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലേ? കൺസെന്റ് വേണം. ഹായ്, കൊള്ളാം. നമ്മൾ അങ്ങോട്ടാണ് നോക്കുന്നേ. അങ്ങനെ ഏകദേശം നമ്മൾ ബോട്ടിലൊക്കെ കയറി സെറ്റിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ പോവാണ്. യാത്ര തുടരുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ സീനറിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ലിറ്ററലി പറയുവാണെങ്കിൽ അടിപൊളി സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇത് ആരുടെ ബോട്ടാ? ആരുടെ ബോട്ടാ? ഞങ്ങളുടെ ബോട്ടാണോ? താറാവ് വെള്ളത്തിന്റെ മോളിൽ കൂടെ പോട്ടെ. ഇതിന് പറന്നു നോക്കൂടെ? എനിക്ക് ഇതുപോലൊരു യാത്ര നമുക്കിനി കിട്ടത്തില്ല. സ്വാഗതം. എന്റെ പേര് ജോമൻ ചുറ്റച്ചി. ഞാൻ മംഗളത്തിന്റെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മൺട്രോത്തുരുത്ത് എന്ന് പറയുമ്പോൾ 5000 ഏക്കർ 13 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഡെൽറ്റ ബേസ് ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ്. ചോദിക്കരുത്, അത് ചോദ്യമുണ്ട്, മറുപടി പറഞ്ഞു. അച്ഛനൊക്കെ
ഏതാ അല്ലല്ല അത് ദ്വീപസമൂഹം ഡെൽറ്റ ഡെൽറ്റ കഴിഞ്ഞ ഹണിമൂൺ ട്രിപ്പിലൊക്കെ വന്നാൽ അവിടെ 2 ദിവസം റിസോർട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ബുക്ക് ചെയ്തേക്കാം വണ്ടി 40 കിലോമീറ്റർ അങ്ങനെ ഒരു റിസോർട്ടുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് റിസോർട്ടുണ്ട് അവിടെ സ്റ്റഡി ചെയ്യണേ. വൈഫ് ഏതാ വിഷയം? ആർക്കും വരാൻ പാടാം. കാരണം നമ്മൾ മൂക്ക് കുത്തി വരും, നമ്മൾ കാലിൽ പൊക്കിയ തലയിൽ ചെളി വരും ഈ നടന്നു വരുന്ന വഴിയിൽ. ഇവിടെ ഞങ്ങൾക്ക് കുടുംബപരമായിട്ടൊരു 10-15 ഏക്കറുള്ളത് അന്ന് 120 രൂപ സെന്റിന് കൊടുത്തത്. ഇനിയിപ്പോൾ 1 ലക്ഷം തൊട്ട് ഇവിടുത്തെ വസ്തുവിന്റെ വില. ശ്രദ്ധിച്ചോ? മണ്ഡലത്തിന്റെ ഒരു ലാൻഡ്മാർക്കാണ് ഈ കണ്ടത്. ഈ ആർച്ച ഉണ്ടോ വെള്ളം കയറി, അതാണ് മണ്ഡലത്തിന്റെ ഷൂട്ടിംഗ് ഏരിയ, ഒരു ലാൻഡ്മാർക്കാണ്. ഇതാണ് മണ്ഡലത്തിലെ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന ഒരു കണ്ടലാണ്. നമ്മളിപ്പോൾ മണ്ഡലത്തിൽ എടുത്ത് നോക്കുമ്പോൾ മണ്ഡലത്തിന്റെ മെയിൻ ലാൻഡ്മാർക്കായി. അവരുടെ സാന്നിധ്യം വേണം, കെയർ ഓഫിൽ പറ്റില്ല. അപ്പൊ നമ്മുടെ കൂടെ വന്നത് മറിയത്തിന്റെ റിലേറ്റീവ്സ് തന്നെയായിരുന്നു. അപ്പൊ ആ അങ്കിൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ എല്ലാം ഒന്നും വ്ളോഗിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ നമ്മുടെ മെയിൻ കലാപരിപാടി പാട്ടുപാടലിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാടൂലേ? ആങ്കി പോ. എന്തായി കാണിക്കുന്നത്? വേണമെന്ന് പറഞ്ഞ് നന്നാളിലും കണ്ണീരിലും ഒന്നായി നാം എന്നും കണ്ണോട് കണ്ണായിടാ മെയ്യോട് മെയ്യായിടാ കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. അതിനടുത്ത് ഇല്ലും മീനാറ്റി കണ്ണൻ കണി നാടൻ മീനാറ്റി. നമ്മുടെ പൊന്മാൻ ഷൂട്ട് ചെയ്ത പള്ളി, അവിടുത്തെ പെരുന്നാളിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന പള്ളിയാണ്. അത് അടുത്തോട്ട് പോകുവാണെങ്കിൽ കാണിച്ചു. എവിടുന്നാ? വയലത്തല ഇവിടെ ഉള്ള അതെ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊന്മാൻ ഷൂട്ട് ചെയ്ത പള്ളിയിലോട്ടാണ്. പൊന്മാൻ ഷൂട്ട് ചെയ്തത് എടിയാ പോത്തിന്റെ മണ്ടയിലോട്ട് കയറ്റിയിരുന്ന പൂജ. ഡച്ച് പള്ളി കേട്ടോ, ഡച്ച് പള്ളിയാണ് ഇതൊരു. AD 1878. അടുത്തോട്ട് പോയിട്ട് കാണിച്ചു. അപ്പം നമ്മൾ ഡച്ച് പള്ളിയിലോട്ട് അടുത്ത് പോയിക്കൊണ്ടിരിക്കുക. ആ പള്ളിയുടെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഇത് ഈ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ വായിച്ചിട്ട് പിന്നെ അകത്തോട്ടൊക്കെ പോകാൻ കയറി. ആരോ കത്തിച്ച് വെച്ച മെഴുകുതിരി എടുത്ത് വീണ്ടും ആയിട്ട് ഉരുക്കി കത്തിക്കുന്ന പള്ളി
വന്നിട്ട് എനിക്ക് മെഴുകുതിരി കത്തിച്ചില്ല. അതന്നെ കണ്ടോ 1878 AD ആണിത്. അപ്പം അന്നത്തെ കാലത്ത് ഡച്ചുകാരുണ്ടാക്കിയ പള്ളിയായിരുന്നു. ആൻഡ് ചട്ടിപൊളിയായിരിക്കാം, നമുക്ക് നോക്കാം. കല്ലറ വാച്ച് വിദേശികളുടെ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പള്ളി, ഇതേ ബാക്കിൽ വന്ന് നോക്കിയപ്പോൾ ഇതൊരു അമ്പലം മോഡൽ. ഇതിന്റെ കഥ നമുക്ക് അങ്കിള് പറഞ്ഞു തരുന്നുണ്ടേ. പുറകെ നോക്കിയാൽ നമ്മൾ അമ്പലമാണെന്നേ പറയും. നോക്ക്, മനസ്സിലായോ? 2 പള്ളിയുണ്ട് കേരളത്തില്. തിരുവല്ലയിൽ കൂടാരപ്പള്ളിയുണ്ട്. ഫുള്ള് ഓവൽ ഷേപ്പാണ്. ഇതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് റിനോവേഷൻ ചെയ്തതാ. ഈ പള്ളിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉയരമാണ്, സ്റ്റീപ്പ്. കാരണം യൂറോപ്പിലൊക്കെ ഈ മഞ്ഞ് വീഴുമ്പോൾ തങ്ങി നിൽക്കരുതല്ലോ, നമ്മളിവിടെ ഒരു വീട് പണിയുമ്പോൾ കാണാൻ തുടങ്ങി. അല്ലെങ്കിൽ ബിൽഡിംഗ് മൊത്തമായിട്ട് തകർന്നു പോകും. ഇതിനകത്ത് ഒരു കരിയിലോ വെള്ളമോ ഒന്നും നിൽക്കൂല, ഇങ്ങനെ ഇറങ്ങി പോകും. ഈ പള്ളി വളമാണ് ഇത്രയും കനമുണ്ട്. അതുകൊണ്ടാണ് ഈ പള്ളി ഇത്രയും നാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഓ മറ്റേ കൊഞ്ചു വളർത്തൽ. കൊഞ്ചു വളർത്തൽ. യെസ് യെസ്. ഹായ് ഗൈസ് പറ, ഇത് യൂട്യൂബിൽ വരും. നീ പറ ഹായ് പറ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. മിനി സ്വിറ്റ്സർലൻഡ്. മിനി സ്വിറ്റ്സർലൻഡ്. എക്സ്പേർട്ടായി മുതലാളി. ഹായ് 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 ഹായ്. അവർക്ക് പേടിയില്ലായിരിക്കും. വഴിയെ പോണ ഒരു ബോട്ടിനെയും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. എല്ലാത്തിലും ഇരിക്കുന്ന ആൾക്കാർക്ക് കൈ കൊടുത്ത് ടാറ്റ പറഞ്ഞ് വിടലായിരുന്നു നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ആ കണ്ടൽക്കാട്, മൺട്രോ കണ്ടൽക്കാടുകളിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ഇറങ്ങട്ടെ, ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ നിന്ന് അധികം ഫോണും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തത് ഞങ്ങളുടെ കൂടെ വന്ന അങ്കിളായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അടുത്തൊരു കയറാൻ പറ്റുന്ന കടകൾ, മീൻസ് നമുക്ക് ചവിട്ടി കയറി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ബോട്ട്. എന്നിട്ട് നമ്മൾ അവിടെ കയറില്ലായിരുന്നു പിന്നെ പരിപാടി. അതിന്റെ കുറച്ച് വീഡിയോസ് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ കയറുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റി. അതിന്റെ കയറുന്നുണ്ടല്ലേ മരം കയറി മറിയാമ. അങ്ങോട്ടൊക്കെ കയറുന്നുണ്ട്. അവിടെയൊക്കെ കമ്പ് കെട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? യാത്രയൊക്കെ അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക്സ്. നല്ലായിരുന്നു. ലാസ്റ്റ് നമ്മൾ കരയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ എത്ര നേരമായി പോയിട്ട്? 2 മണിക്കൂറത്തെ കടൽ യാത്ര, മീൻസ് വെള്ളത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ കരയിലേക്ക് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഇനി നേരെ മറിയത്തിന്റെ വീട്ടിലോട്ട് പോകുന്നു, ഫുഡ് അടിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ, ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇടാം. ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാം. ഇവിടെ ഉണ്ട്.
എടുക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് തന്നത് അച്ഛനും ആൻറ്റിയും തന്നെ ആയിരുന്നു. അച്ഛൻ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കാണിച്ചു തന്നിട്ട് ഇതെടുക്കുക ഇന്നതെടുക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എൻ്റെ വ്ളോഗിൽ വരുമോ എന്നൊക്കെ ചോദിക്കാൻ, എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മഞ്ഞക്കുട്ടി മറിയാമ്മയുടെ വീട്. നമ്മളിതൊന്നും കണ്ടില്ലല്ലോ, നേരത്തെ നമ്മുടെ ഫ്രണ്ട് മാത്രമേ കണ്ടുള്ളൂ. ഇതാണ് ഹാള്, വലിയൊരു ഹാളാണ്, വലിയൊരു ഹാൾ. ഡൈനിങ്, ഇത് അവരുടെ അച്ഛൻ്റെ റൂം. നമ്മുടെ മറിയാമ്മയുടെ റൂം നേഹ കൈയടക്കിയിരിക്കുന്നു ഗൈസ്. ഇവിടെ ഇങ്ങോട്ടുള്ള നല്ല ഭംഗിയുണ്ട്, മീൻസ് നല്ല വയലറ്റ് മഞ്ഞ, നല്ല രസമുണ്ട്. അതെ, നല്ല അടിപൊളി ഒരു റൂമുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു സംഭവമുണ്ട് ഗൈസ്, കാണിച്ചു തരാം. ഇതല്ലല്ലോ, ഇതാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു സെറ്റിങ് നമുക്കും ചെയ്യാം. അതെ അതെ, നല്ല രസമല്ലേ ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ബാത്റൂം കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഫുഡിന് ഇവിടെ കായലിൽ നിന്നൊക്കെ പിടിച്ച കരിമീനും പിന്നെ കൊഞ്ച് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം അതിൻ്റെ സ്പെഷ്യലൊക്കെ കാണിച്ചു തരാം. എന്താ പറയാ, കൊഞ്ച്. This is കരിമീൻ guys. അപ്പൊ ഗൈസ് തീർന്നു. ലാസ്റ്റ് ആയിട്ട് പഴം ഫുഡ് കഴിച്ച് അറിയാമേ എന്തെങ്കിലും പറയാണ്ടോ? ഞങ്ങൾ വീട്ടിൽ വന്ന ഫുൾ അലമ്പ് കാണിച്ച് സെറ്റാക്കി ഇനി കാണൂല നമ്മൾ. എന്തെങ്കിലും കാണാലോ. നമ്മുടെ ബ്ലോഗറിന്റെ മെയിൻ ലുക്കാണ്. ഓ സൂപ്പർ. മറിയാമ്മ ഇത് ആര്? മാണിക്കുഞ്ഞ്. മറിയാമ്മയുടെ മാണിക്കുഞ്ഞ. മാണിക്കുഞ്ഞ് അറിയാൻ നാളെ വരും. കൊല്ലത്തല്ലേ, എത്ര സമയം അടുത്തടുത്തല്ലേ ട്രെയിൻ കയറി മണ്ണോന്ന് ഇറങ്ങാൻ. അതാ സിമ്പിൾ. അപ്പൊ നമ്മള് ഇനിയിപ്പം ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. അപ്പൊ നമ്മള് എല്ലാ ബോട്ടിങ്ങും ഫുഡടിയും എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ മറിയത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഇത്ര ഉള്ളടാ. ഓക്കെ, ബൈ.